കണ്ടോ, ഒരു തുള്ളി ചായ പോലും ബാക്കി വെച്ചില്ല, മുഴുവനും കുടിച്ചു. നീ എങ്ങനെയാ ചായ ഉണ്ടാക്കിയത്? അതൊന്നു പറഞ്ഞേ കേക്കട്ടെ. അതൊക്കെ ഞാൻ ഉണ്ടാക്കി, എങ്ങനെയാന്നൊന്നും പറയില്ല, രഹസ്യ. ഇതൊക്കെ ചേർത്താണോ നീ ചായ ഉണ്ടാക്കിയത്? അത് പറഞ്ഞാ മതി. മഹാപാപി, ഈ ചതി അവനോട് വേണ്ടായിരുന്നു. ഒരു ഉപദ്രവം ചെയ്യാത്ത അവനോട് എന്തിനാ ഈ ദ്രോഹം? സത്യം പറയാലോ, കഴിഞ്ഞ ദിവസം നിന്നെ പോലീസുകാർ പിടിച്ചോണ്ട് പോയപ്പോഴാ ഞാൻ നമ്മുടെ സഹപ്രവർത്തകരുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയത്. ആരുടെ കാര്യ? ആൾക്കാരെ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒറ്റ എണ്ണത്തിന് നീ വിശ്വസിച്ചേക്കരുത്. എല്ലാം സ്വാർത്ഥമതികളാ. ലോകത്ത് പല സ്വഭാവക്കാരില്ലേ, എല്ലാവരെയും നമുക്കെങ്ങനെ നന്നാക്കാൻ പറ്റുമോ? ഇത് തന്നെയാ അന്ന് ടീച്ചർമാരിൽ ഒരാൾ ചോദിച്ചത്, അല്ലി ടീച്ചർ എന്തിനാ നാട് നന്നാക്കാൻ നടക്കുന്നേന്ന്. നാട്ടിൽ പല സ്വഭാവക്കാരും ഉണ്ടല്ലോന്ന്. അവർക്ക് അവരുടെ വഴി, എനിക്ക് എന്റെ വഴി. നമുക്ക് അവരെ കുറിച്ചൊന്നും ചിന്തിക്കേ വേണ്ട സുനന്ദേ. ചിലരങ്ങനെയാ, സമൂഹത്തെ കുറിച്ച് പോയിട്ട് സ്വന്തം ജീവിതത്തോട് പോലും ഉത്തരവാദിത്വമില്ലാത്തവര്. അവരെയൊന്നും നമ്മൾ കണക്കിലെടുക്കേ വേണ്ട. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഒരു ടീച്ചർ പറയുന്നത് കേട്ടപ്പോഴാ. കുട്ടികൾ ഒളിച്ചും പാത്തും സിഗരറ്റും ബീഡിയും വലിക്കുന്നത് അവര് പല പ്രാവശ്യം കണ്ടിട്ടുണ്ടത്രേ. ഫ്രിഡ്ജ് ഒരു കുപ്പി വെള്ളം പോലും. ആയമോ, കുറച്ച് വെള്ളം എടുത്തു. വെള്ളം. ഇതെന്തുവാ? ജീരക വെള്ളം. കുടിക്കാൻ വെള്ളം ചോദിച്ചത് മറന്നോ? അയ്യോ, ഞാൻ കുടിക്കാനല്ല, ഇതിനകത്തൊഴിക്കാനുള്ള വെള്ളമാ ചോദിച്ചത്. ഏതാ ജീരക വെള്ളം? അത് വലിയ പാടാ. പരമേശ്വര, ഇതൊന്നും ഇവിടെ പതിവില്ലാത്തതാ. പാടില്ല പാടില്ല, ഒരിക്കലും പതിവാക്കരുത്. പതിവാക്കിയല്ലേ കരള് പാടിപ്പോവും. വല്ലപ്പോഴും കഴിക്കുന്നതില് ഒരു തെറ്റുമില്ല. അങ്ങൊന്നിന് ഒട്ടും ഇഷ്ടപ്പെടുന്നതല്ല ഇത്. അല്ലെങ്കിലും അങ്ങൊന്നിന് ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. പണക്കാരനല്ലേ, എത്ര വേണമെങ്കിലും വില കൂടിയത് വാങ്ങി കഴിച്ചോളും. ഇത് ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്കുള്ളതാണ്. അയമേ, ഇത്തിരി അച്ചറങ്ങിയെടുത്തോ. എന്തെങ്കിലും തൊട്ട് നക്കാനില്ലെങ്കിലേ ഒരു സുഖമില്ല. അച്ചാറ് കൊണ്ടിരുന്നൊരു അച്ചോട് പറയും. പരമേശ്വര, ഇതും കഴിച്ചോണ്ട് ഇവിടെ ഇരുന്നാലേ അങ്ങൊന്ന് വരുമ്പോ എന്നോടാ ചോദിക്കുക. ആര് ചോദിച്ചാലും ഇതിന്ന് ഒരു തുള്ളി പോലും ഞാൻ ആർക്കും കൊടുക്കുകയല്ല. എനിക്ക് തന്നെ തികയില്ലത്. വേണമെങ്കിലേ വേറെ വാങ്ങിച്ചോളാൻ പറ. ദേവൻ സാർ വരുമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ. എത്ര നേരം ഞാനവിടെ കാത്തു നിന്നു. ഫോൺ വിളിച്ചിട്ട് എടുത്തുമില്ല. ഈ കാണിക്കുന്ന സ്നേഹവും താല്പര്യമൊക്കെ വെറുതെ ആണോ? എന്താ മോളെ, നീ ആഹാരം ഒന്നും കഴിക്കുന്നില്ലേ? അവള് പടം വരച്ച് പഠിക്കില്ലേ പ്ലേറ്റില്.
എനിക്ക് മതി. അതിന് നീ എന്താ കഴിച്ചത്? ഒരു ചപ്പാത്തിയോ? അത് മതി അച്ഛാ. ബിശ്വട്ട, ഇന്നാള് നമ്മൾ സംസാരിച്ച കാര്യം ഇനി നീട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. കല്യാണക്കാരെയല്ലേ നീ ഉദ്ദേശിച്ചത്? അല്ലാതെ പിന്നെ ഹരിയുടെ കാര്യം പറഞ്ഞപ്പോ തന്നെ അവള് എതിർത്തില്ലേ? പിന്നെ നമ്മളെന്ത് ചെയ്യും? എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാ. കല്യാണം നടക്കാതിരിക്കാൻ എന്തെങ്കിലും മുട്ടിന്യായങ്ങളൊക്കെ പറയും. നിങ്ങളുടെ ആലോചന വന്നപ്പോ ഞാനും ഇങ്ങനെയൊക്കെ വീട്ടിൽ പറഞ്ഞ് അവരതൊന്നും കേൾക്കാൻ നിന്നില്ല. പിടിച്ചു പിടിയാലേ കെട്ടിച്ചു. അതങ്ങനെ എന്താ തലയിലായി? ദേ, ആനക്കാര്യത്തിനിടയില ചേനക്കാര്യം. പെണ്ണു പറയുന്നതൊന്നും നമ്മളെ ചെവി കൊടുക്കണ്ട. ഈയിടെയായി അവളുടെ മട്ടും മാതിരിയൊക്കെ കാണുമ്പോ എനിക്കെന്തോ ഒരു പേടി. അതൊക്കെ നിന്റെ ആദ്യം കൊണ്ട് തോന്നുന്നതാ. അവളങ്ങനെ വേണ്ടാതിനത്തിനൊന്നും പോയി ചാടുന്ന ആളല്ല. മെടുക്ക് കൂടിപ്പോയതുകൊണ്ടാ എനിക്ക് പേടി. തൊട്ടതിനും പിടിച്ചതിനൊക്കെ പ്രതികരിക്കും. പിന്നെ പോലീസായി, കേസായി. ഹോ, അങ്ങനെയൊക്കെ നടക്കുന്ന പെണ്ണിനെ ആര് കെട്ടും? ബിശ്വട്ടൻ മറുത്തൊന്നും പറയണ്ട. നാളെ തന്നെ ഇതിനൊരു പരിഹാരം കാണണം. ഞാനൊന്ന് ആലോചിക്കട്ടെ. ഇനി ഒന്നും ആലോചിക്കാനില്ല. തീരുമാനിച്ചാ മതി. അങ്ങയുടെ നടപ്പ് കാണണമെങ്കിൽ വാ, വന്ന് നോക്ക്. എനിക്കൊന്നും കാണണ്ട ഒരാളെ കുരങ്ങ് കളിപ്പിക്കുന്നത്. ടീച്ചർ, ഇതൊക്കെ ഒരു രസമല്ലേ? അയാള് കുറച്ചൊന്നും അല്ല ഇവിടെ കിടന്ന് വിലസുന്നത്. ഞാൻ അങ്ങോട്ടൊന്ന് ചെല്ലട്ടെ. ഹരി സാറേ, വല്ല വിവരം കിട്ടിയിരുന്നോ? അവിടെ പ്രസിഡന്റ് പേര് പ്രഖ്യാപിച്ചാൽ ഉടനെ തന്നെ മാഷിന് ഫോൺ വരും. രാഷ്ട്രപതി ഭവനിൽ നിന്ന് ഉദ്യോഗസ്ഥരായിരിക്കും. പക്ഷെ മാന്യമായിട്ട് വേണം സംസാരിക്കാൻ. ഇവിടെ ഞങ്ങളോട് മറ്റേ സംസാരിക്കുന്ന പോലെ സംസാരിച്ചാ അവാർഡ് അങ്ങ് പോവേ. അയ്യോ, അവര് ഇംഗ്ലീഷിലായിരിക്കില്ലേ സംസാരിക്കുന്നത്? ഹിന്ദിയിലായിരിക്കും. രാഷ്ട്രഭാഷയല്ലേ മാഷെ? ഹിന്ദിയാ? എനിക്കൊട്ടും അറിയില്ല. അറിയാവുന്ന ഹിന്ദിയിൽ തട്ടിക്കോ. പക്ഷെ കൃത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ അവാർഡ് അങ്ങ് പോവേ. ഇനിയിപ്പോ എങ്ങനെ സാർ ഇത്ര പെട്ടെന്ന് ഹിന്ദി പഠിക്കാം? ആ, ഹിന്ദി പറയാതെ അവാർഡ് കിട്ടായിരുന്ന എന്നെ കുറ്റം പറയരുത്. രാഷ്ട്രഭാഷയല്ലേ മാഷെ, അതെങ്കിലും ഒന്ന് പഠിച്ചൂടെ? ആ, റെഡിയായി നിന്നോട്ടോ, ഞാൻ പോവാ. അയ്യോ സാറേ, പോവല്ലേ. ഒരു ധൈര്യത്തിൽ ഇവിടെ നിൽക്ക് സാറേ. അത് പറ്റില്ല മാഷെ. മാഷ് ഒറ്റയ്ക്ക് സംസാരിച്ചാ മതി. ഈ ഹരി സാർ എന്താ ഫോൺ ചെയ്യാത്തെ? ഇപ്പൊ വരും. ഹരിയുടെ ശബ്ദം കൈമൾ മാഷ്ക്ക് മനസ്സിലാവില്ലല്ലോ അല്ലേ? ഹരിസാറ് മലയാളത്തിലൊന്നും അല്ലല്ലോ സംസാരിക്കുന്നത്, ഹിന്ദിയിലല്ലേ പറയുന്നത്. അപ്പൊ ഒട്ടും അറിയില്ല.